നമ്മളിപ്പോൾ ഉള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ 61ാമത് കേരള സ്കൂൾ കലോത്സവത്തിലാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം പലയിടങ്ങളിലായി കോഴിക്കോട് ഇന്നുണ്ട് സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി. നമുക്ക് എങ്ങനെയാണ് ഈ കലോത്സവം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമെല്ലാം അനുഭവപ്പെട്ടത് എന്ന റിയാക്ഷനുകളിലേക്ക് കിടക്കാം. നമ്മുടെ കൂടെ കലോത്സവത്തിന് പങ്കെടുക്കാനെത്തിയ കുട്ടികളുണ്ട്. നമുക്ക് അവരോട് കലോത്സവ അനുഭവങ്ങളെ പറ്റി ചോദിച്ചറിയാം. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? പയ്യന്നൂർ SIB TMHS തായ്നേരി. പയ്യന്നൂർ. നിങ്ങൾ ഏത് ഐറ്റത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണ്? ഹയർ സെക്കൻഡറി അർബൻ. ഓക്കെ, പരിപാടി കഴിഞ്ഞോ? ഇല്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എത്രാമത്തെ ക്ലസ്റ്ററിലാണ് പങ്കെടുക്കുന്നത്? 4ാമത്തെ ക്ലസ്റ്റർ. ഇപ്പോൾ എത്രാമത്തെ ക്ലസ്റ്ററാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? 2ാമത്തെ. ഓക്കെ, ജില്ലയിൽ 1ാം സ്ഥാനം നേടി എത്തിയതാണ്. ഓക്കെ, ജില്ലയിൽ 1ാം സ്ഥാനം. എങ്ങനെ ഉണ്ടായിരുന്നു കോഴിക്കോട് കലോത്സവ അനുഭവങ്ങളൊക്കെ? വളരെ മികച്ച. നിങ്ങൾ എന്നാ എത്തിയത് ഇവിടെ? രാവിലെ ഒരു ദഫിന് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നു. ഓക്കെ, ഇതേ ടീം തന്നെയാണോ ദഫ് കളിക്കുന്നത്? കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ഓക്കെ, കുറച്ച് ആളുകൾ ദഫിലുണ്ട് അല്ലേ? ഇതിനു മുന്നേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? രണ്ടാളും പങ്കെടുത്തവരുണ്ട്. ബാക്കി 50 ഓക്കെ, ഏത് വർഷമാണ് പങ്കെടുത്തത്? 2019 ഹൈസ്കൂൾ. 19 ശേഷം കൊറോണ ആയിട്ട് കുറച്ച് അപ്പോൾ നിങ്ങൾ ഹൈസ്കൂളിലായിരിക്കും പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അന്നത്തെ സ്കൂൾ കലോത്സവം എവിടെയായിരുന്നു? കാഞ്ഞങ്ങാട്. കാസർഗോഡ്. ഓക്കെ, അതിൽ നിന്നും ഈ അനുഭവം എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? അലുവ. കോഴിക്കോട് കലോത്സവത്തെ ഓർക്കുമ്പോൾ അലുവയാണ് ആദ്യം ഓർമ്മ വരിക അല്ലേ? ഓക്കെ, റേറ്റ് ചെയ്യുകയാണെങ്കിൽ കാസർഗോഡാണോ കോഴിക്കോടാണോ നിങ്ങൾക്ക് മികച്ച വിരുന്നൊരുക്കിയത്? കോഴിക്കോട് കലോത്സവത്തിൽ മികച്ചതാക്കിയിട്ട് കാണുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ എ ഗ്രേഡ് ഉറപ്പാണോ സംസ്ഥാനം? നമ്മൾ സ്ഥാനമില്ലാത്തതുകൊണ്ട് 1ാം സ്ഥാനത്തെ പറ്റി പറയുന്നില്ല അല്ലേ? ഓക്കെ, ദെൻ കൺഗ്രാറ്റ്സ്, ആശംസകൾ നേരാണ്. ബൈ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? കൊടുവള്ളി, കോഴിക്കോട്. ഓക്കെ, ഏത് ഐറ്റത്തിനാണ് അവിടെ ഇപ്പോൾ പങ്കെടുക്കുന്നത്? കാണാൻ വന്നതാണ്. ഓക്കെ, കോഴിക്കോട് നിങ്ങളുടെ നാട്ടിൽ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ്. അപ്പോൾ എങ്ങനെ അനുഭവപ്പെടുന്നു? പരിപാടിയാണ്. ഞങ്ങൾ രാവിലെ മെയിൻ വേദിയിലൊക്കെ കണ്ടു. വെസ്റ്റിലെ മെയിൻ വേദിയിൽ നല്ല പ്രോഗ്രാമായിരുന്നു. നിലവാരമുള്ള പ്രോഗ്രാമാണ്. പിന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് മികച്ചതായിരുന്നു. ഭക്ഷണമായാലും എല്ലാം മികച്ചതായിരുന്നു. ഓക്കെ, എല്ലാത്തിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഇതിനു മുന്നേ വേറെ ഏതെങ്കിലും സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ സാക്ഷിയായിട്ടുണ്ടോ? ഇല്ല, ഇപ്പോൾ ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. ആദ്യമായിട്ടാണ്. വന്നതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, കണ്ട പരിപാടികളിൽ ഏറ്റവും നന്നായിട്ട് റേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഏതാ? കുച്ചിപ്പുടി നല്ല പരിപാടിയായിരുന്നു. കുച്ചിപ്പുടി എവിടെയായിരുന്നു നടന്നിരുന്നത്? വിക്രമാദിത്യ ഹാളിൽ. വേറെ അഭിപ്രായങ്ങൾ, നല്ല പരിപാടികൾ ഏതൊക്കെയായിരുന്നു വേറെ ഓരോരുത്തർക്കും? അറബനമുട്ട് കണ്ടുമ്പോൾ 3 കണ്ടു അല്ലേ? ഹയർ സെക്കൻഡറി വിഭാഗം നല്ലതാണ്, നല്ല പ്രോഗ്രാമാണ്. നല്ല അഭിപ്രായമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടു വരികയാണ്. കുറേ സമയം എവിടെ ഇരുന്നിട്ടില്ല. ഓക്കെ, കുറേ വേദികളിലേക്ക് ഇങ്ങനെ ചുറ്റി നടക്കുന്ന. സ്കൂളുകളൊക്കെ അവധിയാണ് കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ജില്ല മുഴുവൻ അവധിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ വേദിയുടെ മുന്നിൽ ചായക്കട നടത്തുന്ന ഏട്ടനാണ്. ഏട്ടൻ്റെ പേരെന്താണ്? അറഫാത്ത്. ഓക്കെ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടവും കുഴപ്പമില്ല, നല്ല കച്ചവടമുണ്ട്. എത്ര ദിവസമായി? തുടക്കം മുതലേ ഉണ്ടോ? തുടക്കം മുതലുണ്ട് ഞങ്ങൾ. ഓക്കെ, ഈ വേദിയിൽ ഏതൊക്കെ മത്സരങ്ങളാണ് നടന്നിരുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അതൊക്കെ കോൽക്കളിയാണ് നടന്നത്. കോൽക്കളി, ദഫ്മുട്ട് മെയിനായിട്ട് ഇവിടുത്തെ വേദിയിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. ഇന്ന് അതേപോലത്തെ ദഫ്മുട്ടാണ് നടക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് ഇവിടുന്ന് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ആംബിയൻസ് വെച്ച് എങ്ങനെയുണ്ട് പ്രോഗ്രാമുകളൊക്കെ? കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ആളുകളുണ്ട്. ഇവനെ ഈ വേദിയിൽ മാത്രം അത്യാവശ്യം കൂടുതൽ ആൾക്കാരുണ്ടാവും. കാരണം മുസ്ലിങ്ങളെ ദഫ്മുട്ടും കോൽക്കളിയാണ് മെയിനായിട്ട് ഇവിടെ. അപ്പോൾ മുസ്ലിമിൻ്റെ ഒരുപാട് ആൾക്കാർ, ഭൂരിപക്ഷം മുസ്ലിംസാണ് ഇവിടെ വരെ വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് വിഭവങ്ങളൊക്കെ? ഏതൊക്കെ വിഭവങ്ങളാണല്ലോ ഇവിടെ? എല്ലാ വിഭവങ്ങളുണ്ട്. ചട്ടിപ്പത്തിരിയുണ്ട്, ദോശയുണ്ട്, പഴംപൊരിയുണ്ട്, എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. ആളുകളൊക്കെ ഫ്ലേവേഴ്സിൻ്റെ ഐറ്റംസ് ആണ് ഇത്. കോഴിക്കോട് സ്പെഷ്യൽ ഐറ്റംസ് ആണ്. കോഴിക്കോട് കുറ്റിച്ചിറ തെക്കേപ്പുറം ഫ്ലേവേഴ്സ് ഉണ്ട്. അതിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഓക്കെ, ആളുകളൊക്കെ നന്നായി ഭക്ഷണത്തെ പറ്റി അഭിപ്രായം പറയുന്നുണ്ട്. നല്ല അഭിപ്രായം തന്നെ എല്ലാവരും പറയുന്നത്. കടികളായാലും ചായ ആയാലും എല്ലാവരും നല്ല രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. ആളുകൾ നന്നായി വരുന്നുണ്ട്. ആളുകൾ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല കച്ചവടം ആശംസിക്കുന്നു. താങ്ക്സ്.